ആയുർവേദം എന്താ ചെയ്തിരുന്നേ? വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെറിയ വിദ്യകൾ 2-3 കാര്യങ്ങൾ ഒരു 10 ദിവസം ചെയ്യോ? ചെയ്യാം ഡോക്ടർ. മുരിങ്ങ ഇല കിട്ടോ? സംഘടിപ്പിക്കുക. കറിവേപ്പില, പിന്നെ വെള്ളുള്ളി, ഇത് ഒരു പിടി 3 കൂടി എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് സൂപ്പാക്കിയിട്ട് രാവിലെ എഴുന്നേറ്റ ഫസ്റ്റ് കുടിക്കുക. അതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ കഴിക്കുക. നല്ല പോലെ വെള്ളം കുടിക്കണം. എത്ര കുടിക്കാൻ പറ്റുമോ അത്ര. നോട്ട് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ടമ്മി ബുദ്ധിമുട്ടുന്ന തരത്തിലല്ല. ഒരു ബക്കറ്റിൽ വാം വാട്ടർ എടുക്കുക, കാല് അതിനകത്ത് താഴ്ത്തി വെക്കുക പറ്റുന്നത്രയും. വാം എന്ന് പറഞ്ഞാൽ ബെയറബിൾ ഹീറ്റ്, നല്ലോണം ബെയറബിൾ. കുറച്ച് കൂടുതലാണെങ്കിൽ ഓരോരാൾക്കും വ്യത്യാസം ഉണ്ടാവും. കുറച്ച് കൂട്ടി കൂട്ടി വരാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അതൊരു 2 മിനിറ്റ് വാം വാട്ടറിൽ ഇട്ടാൽ 2 മിനിറ്റ് തണുത്ത വെള്ളത്തിലിടുക. അത് ഒരു കാല് തണുത്ത വെള്ളത്തിലും ഒരു കാല് ചൂടുവെള്ളത്തിലും വെച്ച് അന്യോന്യം ഷിഫ്റ്റ് ചെയ്തിട്ട് വെച്ചാലും മതി. അലർജി ഉള്ളത് കൊണ്ട് തടവാൻ പറയുന്നില്ല. അല്ലെങ്കിൽ കർപ്പൂരാതി തൈലം, ഒരു ഡയലൂട്ടഡ് കർപ്പൂരാതി തൈലം കാല് വെറ്റായിട്ടിരിക്കുമ്പോ തടവാണെങ്കിൽ ചിലപ്പോൾ റിയാക്ഷൻ ഒന്നും ഇല്ലാതെ. ഈ 2 കാര്യം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. 2-3 ഒന്ന് രാവിലെ കുടിക്കുക, പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക, കാല് ഓൾട്ടർനേറ്റ് ആയിട്ട് ടെമ്പറേച്ചർ. ഒരുവിധം നീരും ശരീരത്തിന്റെ നീരും ഒക്കെ പോകും. ഇത് കാലിന് മാത്രം ആവണമെന്നില്ല. നമ്മൾ സൈക്കോളജിയിൽ ഇത് സാധാരണ ടെൻഷൻ വരുന്നവർക്ക് വരുന്നൊരു അസുഖമാണ്. ഓക്കെ, തൈറോയിഡും ഉണ്ടാവാം ചിലപ്പോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ ഡോക്ടറെ അടുത്ത് പോയാൽ 3 സെപ്പറേറ്റ് മരുന്നാ കൊടുക്കുക. ഇത് 3ഉം ഒരേ അസുഖമാണ്. എന്നോട് പറയാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് തൈറോയിഡ് ഉണ്ടെന്ന്. തൈറോയിഡും ടെൻഷനും ശരീരത്തിന്റെ നീരും കാലിന്റെ വേദനയും ഒക്കെ അതെത്ര ടെസ്റ്റ് ചെയ്താലും ചിലപ്പം ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നല്ലപോലെ മസാജ് ചെയ്യലും ടെമ്പറേച്ചർ ഇപ്പൊ വെള്ളത്തിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാം വാട്ടറും നോർമൽ, അത് ഈവൻ ചിൽ വാട്ടർ ആയാലും ഐസ് വാട്ടർ ആയാലും കുഴപ്പമില്ല. ഓൾട്ടർനേറ്റ് ആയിട്ട് കാലിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് ഒരുവിധം ഈ ബയോ ഫീഡ്ബാക്ക് പോലെ മാറ്റങ്ങൾ വരും ശരീരത്തിൽ. ശരീരം വർക്ക് ചെയ്യും. ഇപ്പൊ ശരീരം വർക്ക് ചെയ്യുന്നില്ല, ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചെയ്താലും മാറാത്തത്. അപ്പൊ ഉള്ളിലും മാറ്റണം, അതുപോലെ പുറമെ അതിനെ സപ്പോർട്ടീവ് ആയിട്ട് മാറും വേണം. ഓക്കെ, ഒന്ന് ട്രൈ നോക്കൂ. എന്തായാലും ചെലവുള്ള സംഭവം ഒന്നല്ലല്ലോ. ഒരു 18 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് മാറ്റം ഉണ്ടാവേണ്ടതാണ്. എന്നിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യും. Okay, doctor. Thank you very much. That's really great.